ഹായ് ഡിയേഴ്സ്, ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് പുറത്ത്. മുക്കത്തിനടുത്ത് ഓമശ്ശേരിയാണ് വീട്. മുക്കം എല്ലാവരും കേട്ടിട്ടില്ലേ? നമ്മുടെ കാഞ്ചനമാലയും മൊയ്തീനും അത് തന്നെ, അതിനടുത്താട്ടോ. അപ്പം എന്തായാലും അടിപൊളി സ്ഥലം അവിടെ. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഏട്ടനും മക്കളും എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമല്ല പോകുന്നത്. പ്രൊഫ്ലാറിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഒക്കെ വരുന്നുണ്ട്. കുറേ കാലമായി ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തേ. അപ്പോൾ അതാ മുന്നിലിരുന്ന് ദിലുമോൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യമായിട്ടാട്ടോ ഐറിഷുമൻ, അതായത് ഞങ്ങളുടെ അമ്പൂസ് ഇത്രയും ലോങ് യാത്ര ചെയ്യുന്നത്. അവൻ എന്തേ അമ്മേൻ്റെ മടിയിലിരുന്ന് പാറച്ചേച്ചീൻ്റെ കളികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പാറച്ചേച്ചി അവനെ ചിരിപ്പിക്കാൻ വേണ്ടി കുറേ ഓരോ ആക്ഷനും കളികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറച്ചേച്ചി അവിടെ നിന്ന് എന്തെങ്കിലും കളിക്കട്ടെ, ഞാൻ തിരിഞ്ഞിരുന്ന് എൻ്റെ കളി കളിക്കാമെന്ന് വിചാരിച്ച് അവനതാ ബബിൾസ് ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളിച്ച് അവൻ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടോ. ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുന്നേ ഫ്ലാറ്റിനും അച്ഛനും അമ്മയും അനിയനും ഒക്കെ എത്തി. അവിടെ എത്തിയപ്പോഴുള്ള വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അവിടെ എത്തി ചായ കുടി സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമതും വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. മുന്നിലിരുന്ന് അച്ഛനും അമ്മയൊക്കെ ഓരോ വർത്തമാനത്തിലാണേ. ഞാൻ പിന്നെ അകത്തേക്ക് പോയപ്പോൾ അവിടെ 3 പേരിരുന്ന് കഥ പറയുന്നതാണ് കേട്ടോ കാണുന്നത്. ഏട്ടനും അനിയനും പിന്നെ പ്രൊഫിലാറ്റിനും കൂടിയാണ്. ആ സമയത്താണ് ഞാൻ ഫോണും കൊണ്ടുപോയതേ. അപ്പം ഞാൻ പ്രൊഫിലാറ്റിനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷൻ ആട്ടോ ഇത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ആള്, ഞാൻ എപ്പോഴും പറയുന്ന പ്രൊഫിലാറ്റ്. എന്നാൽ പിന്നെ നിങ്ങളെ കഥ നടക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഉണ്ട് കേട്ടോ അമ്മ അവിടെ ഇരുന്ന് ഫോണ് കളിക്കുന്നത്. എന്നാൽ പിന്നെ അമ്മേൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ അതും എടുത്ത് ഞാൻ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. ഞാൻ ഫോണും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഇവിടുന്ന് വേഗം ഒരാൾ എസ്കേപ്പ് ആയിട്ടോ. അത് അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ അമ്മയാട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇവിടുത്തെ അടിപൊളി കുക്കിങ്ങിലാണ് അനുവേച്ചിയും അനിയത്തിയും കൂടെ കേട്ടോ. നല്ല ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡിന്. അവിടെ ഒരു ഹായ് പറയാൻ പറഞ്ഞതിനാട്ടോ അവൾ ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇവർ രണ്ടാളും ഭയങ്കര പണിയിലാട്ടോ. കുറേ നേരമായി ഒരാൾ അവിടെ ഇരുന്ന് ചിക്കൻ പൊരിക്കാമെന്ന് പറഞ്ഞ് കുഴയ്ക്കുന്നു കേട്ടോ. ഇതുവരെ കുഴച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ മോനെ എടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിട്ടോ. ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. മക്കളൊക്കെ ഇതാ അവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവാം. ഞാനും ഐറിഷൂട്ടനുണ്ട്. വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയതാണ്. പല സ്ഥലങ്ങളും ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്താണ് അരിപ്പാറ വെള്ളച്ചാട്ടവും കക്കാടം പോയിലൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച്, അപ്പോൾ മഴയായത് കാരണം അത് മാറ്റി വെച്ച് നേരെ ഞങ്ങൾ മുക്കം മാളിലേക്ക് പോയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ദിലുമോൻ എനിക്കിതിൽ കയറാൻ പേടിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന, കുറച്ച് നേരം പേടിച്ച് മാറി നിൽക്കുന്നതൊക്കെ കണ്ടേ. അപ്പോൾ പിന്നെ സ്റ്റെപ്പ് കയറാനൊന്നും എന്തായാലും വയ്യ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ മെല്ലെ തപ്പിപ്പിടിച്ച് മുകളിലേക്ക് കയറിയിട്ടോ. അങ്ങനെ മുകളിലെത്തിയപ്പോൾ പ്രൊഫിലാടൻ പറഞ്ഞു എനിക്ക് മോനെയും വെച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തുട്ടോ. പിന്നെ ഞങ്ങൾ മക്കളെയും കൊണ്ട് അവർക്ക് പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടോ. അതായത് കിഡ്സ് പാർക്കിലൊക്കെ പോയേ. മക്കളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ. വെച്ചാൽ ഒരുപാട് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ദിലുമോനും ഹേത്തൂനും കാറ് കയറണം എന്ന് നിർബന്ധം പറഞ്ഞു. എന്നാൽ അവരതിലൊക്കെ കയറട്ടെ, ഞാൻ പോയി കുറച്ച് വീഡിയോസ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് പോയതാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വെച്ച് പോയതാണ്. അടിപൊളി ഐസ്ക്രീമൊക്കെ ആട്ടോ ഇവിടുത്തത്. ഞങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലേ. ഫുഡ് കണ്ടാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ഓർക്കുമല്ലോ. മക്കൾക്ക് പറ്റിയ ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ അവിടെ. എന്തായാലും മക്കളെയും കൊണ്ട് വന്നാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ പൈസയും. പിന്നെ മക്കളുടെ കാര്യത്തിൽ നമ്മളങ്ങനെ പൈസയൊന്നും നോക്കില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് എവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടങ്ങി. എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ ഫുള്ളൊന്ന് കവർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോഴാണ് ദിലുവിൻ്റെയും ഏത്തുവിൻ്റെയും കൂടെ ഇരുന്ന് ഏട്ടനും കൂടെ കളിക്കുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോണ്ട് അമ്പൂസ് അവിടെ നിന്ന് ആവി ഇടുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ ഡ്രിങ്കും കൊടുത്ത് കുറച്ച് നേരം കൂടെ അതിലേക്ക് ചുറ്റി കളിച്ച് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.